ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി എന്ന് വരാം, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില വൈദ്യന്മാരുടെയൊക്കെ അടുത്ത് കൊണ്ടുപോയി എന്ന് വരാം, ഒക്കെ ചെയ്യാം. പക്ഷേ അവരെ കൃത്യമായിട്ട് എവിടെയാണ് കൊണ്ട് കാണിക്കേണ്ടതെന്ന് നാം ഇന്ന് വായിക്കാൻ പോകുന്ന ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ എനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു. അത് അവനെ നുരപ്പിച്ച് പിടിപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങളെ സഹായിക്കും. നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. യേശു തലേദിവസം മലയിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ തൻ്റെ ശിഷ്യന്മാരായിരുന്ന യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെയും മാത്രമേ കൂടെ കൊണ്ടുപോയുള്ളൂ. യേശു ഇങ്ങനെ മലയിലൊക്കെ പോയി ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക പതിവാണ്. ഹല്ലേലൂയ. യേശു അവിടെ ദീർഘനേരം പ്രാർത്ഥിച്ചു, തൻ്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ശിഷ്യന്മാർ അവർ ഇരുന്ന് ഉറക്കത്താൽ ഭാരപ്പെടുന്നു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവ് എപ്പോഴും തൻ്റെ പിതാവായ ദൈവത്തോട് വളരെ നേരം ഇരുന്ന് ഏകാഗ്രതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ഹല്ലേലൂയ. യേശു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി, അവൻ്റെ വസ്ത്രമെല്ലാം തിളങ്ങി. ഹല്ലേലൂയ. വെള്ളം പോലെ തിളങ്ങുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ സമയം തന്നെ മോശയും ഏലിയാവും പ്രത്യക്ഷനാകുവാനിടയായി തീർന്നു. ഈ സമയത്ത് ഇത് കണ്ട ശിഷ്യന്മാർ ഹല്ലേലൂയ അവർ വല്ലാതെ ഭയപ്പെട്ടു. എങ്കിലും അവർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇവിടെ ഞങ്ങൾ 3 കൂടാരങ്ങൾ പണിയട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്നും ഏലിയാവിനും എന്ന്. ഹല്ലേലൂയ. അവരുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് തോന്നിയ ഒരു ചോദ്യമായിരുന്നു അത്. എന്നാൽ അത് സ്വർഗത്തിലെ പിതാവായ ദൈവത്തിനത് തീരെ ഇഷ്ടപ്പെടുവാനിടയായി തീർന്നില്ല. പിതാവായ ദൈവം മേഘത്തിലൂടെ താഴെ ഇറങ്ങി വന്ന് ശിഷ്യന്മാരോട് സംസാരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കുക എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് തൻ്റെ ഗ്ലോറിഫിക്കേഷനിലൂടെ അവിടെ താൻ ദൈവമാണ് എന്ന് ഒന്ന് തെളിയിക്കുവാനും ഇടയായി തീർന്നു ശിഷ്യന്മാരുടെ ഇടയിൽ. ഹല്ലേലൂയ. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല, കർത്താവ് ദൈവം കൂടിയായിരുന്നു. എന്നാൽ അത് പൂർണ്ണ മനുഷ്യനായിരുന്നു. കർത്താവിന് പലപ്പോഴും ദാഹിച്ചിട്ടുണ്ട്, കർത്താവ് പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കർത്താവ് പല തരത്തിലുള്ള മാനസിക വ്യാകുലത അനുഭവപ്പെട്ടിട്ടുണ്ട്, കർത്താവ് കരഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ലാസറിൻ്റെ കല്ലറയിൽ പോയപ്പോൾ കർത്താവ് കരഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ജീവിച്ചപ്പോൾ കർത്താവ് പൂർണ്ണ മനുഷ്യനായി ജീവിച്ചു. കർത്താവ് മനുഷ്യനല്ല എങ്കിൽ കർത്താവിൻ്റെ പദ്ധതി നടപ്പിലാകുകയില്ലായിരുന്നു. കർത്താവിന് കാൽവരിയിൽ മരിക്കേണ്ടതുണ്ടായിരുന്നു. കർത്താവ് മരിക്കേണ്ടതിനായി കർത്താവ് പൂർണ്ണ മനുഷ്യൻ തന്നെ ആയിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു 11 kV ലൈനൊക്കെയുള്ള ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന കേബിളിനകത്ത് പൊതിഞ്ഞ ലൈനുകൾ മണ്ണിനടിയിലൂടെയൊക്കെ പോകുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ കേബിളിനെ നമുക്ക് തൊടുന്നതിന് കുഴപ്പമൊന്നുമില്ല, തൊട്ടാലൊരു കുഴപ്പമില്ല. എന്നാൽ അതൊന്ന് തുളച്ച് അതിനകത്തേക്ക് ഒരാണി ഒന്ന് അടിച്ചു നോക്കാം, അപ്പോൾ കാണാം നമ്മൾ ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഉരുകി പോകും. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള പവറാണ്, കറണ്ടാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ആ ഒരു അവസ്ഥയിലാണ് കർത്താവ് ദൈവം തന്നെയാണ്, യേശു ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ കാൽവരിയിൽ മരിക്കണമെങ്കിൽ ഒരു ദൈവത്തിന് മരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ദൈവമായി
മരിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് മനുഷ്യനായി രൂപാന്തരം പ്രാപിച്ച് വന്നത്. ഹല്ലേലൂയ. ആ കാൽവരിയിൽ കർത്താവ് മരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെതായ എല്ലാ പവറും തൻ്റെ പിതാവായ ദൈവം അത് അവിടുന്ന് ഓഫ് ചെയ്യുവാനിടയായി തീർന്നതുകൊണ്ട് ആ കാൽവരിയിൽ ക്രൂശിൽ കർത്താവിനെ ആണി അടിക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് ഇല്ല എങ്കിൽ ക്രൂശിൽ കിടന്നപ്പോൾ തന്നെ അടുത്ത് കിടന്ന കള്ളന്മാരും മറ്റുള്ളവരും എല്ലാ കർത്താവിനെ നിന്ദിച്ചു. നീ ദൈവമാണ് എങ്കിൽ നീ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് നിന്ദിക്കുവാനിടയായി തീർന്നു. കർത്താവിനെ ഇറങ്ങി വരാമായിരുന്നു, പക്ഷേ ഇറങ്ങി വന്നതുകൊണ്ടൊന്നും പ്രയോജനമില്ല. വന്നാലും ഒരു അത്ഭുതം കണ്ടാലൊന്നും ആരും രക്ഷിക്കപ്പെടുകയില്ല എന്ന് കർത്താവിനറിയാമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ താൻ നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവരിയിൽ യാഗമായി തീരുവാൻ ഇടയായി തീർന്നു. ആ കർത്താവ് ഹല്ലേലൂയ പിറ്റേന്നാൾ തൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു പിതാവ് തൻ്റെ മകനുമായി ആ കർത്താവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് മലയിൽ നിന്ന് വന്നപ്പോൾ ആ മനുഷ്യൻ ഹൃദയവേദനയോടെ, വളരെയധികം ഹൃദയവേദനപ്പെട്ട് കർത്താവിനോട് നിലവിളിച്ചു. ഹല്ലേലൂയ. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, അവൻ എനിക്ക് ഏകജാതനാകുന്നു. നോക്കണേ, ആ മനുഷ്യൻ്റെ ഏകജാതന, വേറെ മക്കളില്ല ആ മനുഷ്യന്. ഹല്ലേലൂയ. ആ മനുഷ്യന് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ആ മകൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ മകന് ഈ തരത്തിലുള്ള ഒരവസ്ഥ. ഹല്ലേലൂയ. അവനെ ഹല്ലേലൂയ ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവേ നിലവിളിക്കുന്നു. അത് അവനെ നുരപ്പിച്ച് പിടിപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. ഹല്ലേലൂയ. തൻ്റെ മകന് അനുഭവപ്പെടുന്നതായ ഈ രോഗങ്ങൾ, ഈ പ്രശ്നങ്ങൾ, അത് ഇന്നതാണെന്ന്, അതൊരു പിശാച് ബാധിച്ചതാണെന്ന് ഈ പിതാവിന് മനസ്സിലായി. അതുകൊണ്ട് ഈ പിശാച് ബാധിച്ച ഈ മകനെയും കൊണ്ട് ഈ മനുഷ്യന് ഹല്ലേലൂയ വേറെ എങ്ങും പോയില്ല. ആ മനുഷ്യൻ നേരെ അതിൻ്റെ യഥാർത്ഥ അത് മാറ്റുവാൻ കഴിവുള്ളവൻ്റെ അടുക്കിലേക്ക് തന്നെ വരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. തൻ്റെ പുത്രനുമായി, തൻ്റെ പ്രിയപ്പെട്ട മകനുമായി ഹല്ലേലൂയ ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. വളരെ ഹൃദയഭാരത്തോടുകൂടി ആ കൂട്ടത്തിൽ, ആ പുരുഷന്മാരുടെ ആ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ മകനെ രക്ഷിക്കണമേ, കടാക്ഷിക്കണമേ എന്ന് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. അതിന് ഒരു ലജ്ജയുമില്ലാതെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. കാരണം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകന് ഈ തരത്തിൽ ഹല്ലേലൂയ പിശാച് ബാധ ആയിരിക്കുന്നു. അതിനെ വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഹല്ലേലൂയ. ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, പിശാച് സാത്താൻ ഹല്ലേലൂയ ഇവൻ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കാര്യത്തിലായിരിക്കും. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ പുസ്തകം 1:13 കാണുന്ന ഹല്ലേലൂയ അവൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ഹല്ലേലൂയ ഒരു കാറ്റടിപ്പിച്ചിട്ട് ആ വീട് മറിഞ്ഞ് അവരൊക്കെയും മരിച്ചു പോകുവാനിടയായി തീർന്നു. അവിടെ പിശാച് ഇയ്യോബിനെ പരീക്ഷിച്ചപ്പോൾ ഇയ്യോബിന് ഏറ്റവും പ്രിയമുള്ളത് തൻ്റെ മക്കളായിരുന്നല്ലോ, ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ മക്കളായിരുന്നു. ആ മക്കളെ ഹല്ലേലൂയ ആ സാത്താൻ കൊന്നുകളയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെയും ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളെ സാത്താൻ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മളിൽ പലരുടെയും കുഞ്ഞുങ്ങളെ സാത്താൻ തൊടാൻ കഴിയാതിരിക്കുന്നത് നാം ദൈവത്തിൽ കീഴടങ്ങിയിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. നാം ദൈവത്തിൽ കീഴടങ്ങിയിരിക്കുമ്പോൾ സാത്താൻ നമ്മെ തൊടുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെയൊക്കെയും ഹല്ലേലൂയ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നമ്മുടെ ജോലിയിൽ ഒക്കെയും നമ്മുടെ ഭാവിയിൽ ഒക്കെയും അവൻ അറ്റാക്ക് ചെയ്തു എന്ന് വരാം. നമ്മുടെ ശുശ്രൂഷയിൽ അവൻ അറ്റാക്ക് ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് പ്രിയപ്പെട്ടതായ എല്ലാ കാര്യത്തിലും പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഒരു കള്ളൻ വീട്ടിൽ വരുന്നത് അവൻ അറുപ്പാനും മുടിപ്പാനും തകർക്കുവാനും അത്ര അവൻ വരുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ പുസ്തകം 10:10 അത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കള്ളം വരുന്നത് അവിടെ കിടക്കുന്ന ഒടിഞ്ഞ അല്ലെങ്കിൽ ബ്രോക്കണായിട്ടുള്ള ഫർണിച്ചറൊന്നും എടുത്തുകൊണ്ട് പോകാനല്ല അവൻ വരുന്നത്, അല്ലെങ്കിൽ ചെമ്പ് പാത്രങ്ങളോ വെള്ളിപ്പാത്രങ്ങളോ എടുത്തുകൊണ്ട് പോകാനല്ല അവൻ വരുന്നത്. അവൻ വരുന്ന വിലയേറിയ വസ്തുക്കൾ കൊണ്ടുപോകാനാണ് കള്ളൻ വരുന്നത്. ഹല്ലേലൂയ. അതാണ് സാത്താൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ ഹല്ലേലൂയ നമ്മുടേതായ ആ ജ്ഞാനത്തെ അവൻ നശിപ്പിക്കും. നമ്മളും ദൈവമായുള്ള ബന്ധത്തെ അവൻ നശിപ്പിക്കും.
നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അവൻ നശിപ്പിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം മുദ്രയിട്ട് വേണം കിടന്നുറങ്ങുവാൻ. ഹല്ലേലൂയ. നാം അതുപോലെ നമ്മുടെ വസ്തുവകൾ, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ ജോലിയെ, നമ്മുടെ ഫ്യൂച്ചർ, സകലതും നാം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം കിടന്നുറങ്ങുവാൻ. ഹല്ലേലൂയ. കാരണം സാത്താൻ നോട്ടം വെച്ചിരിക്കുന്നത് നമ്മുടെ അത്തരത്തിൽ നമുക്ക് എന്ത് പ്രിയമാണോ, നമുക്ക് ദൈവത്തെയാണോ നമുക്ക് പ്രിയം, ആ ദൈവവും നമ്മളുടെ ബന്ധത്തെ അവൻ മുടിപ്പിച്ച് കളയുവാൻ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുവനാ. ഹല്ലേലൂയ. പൈശാചിക ശക്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യൻ്റെ മകനിൽ ഇപ്രകാരം ഒരു ബന്ധനമുണ്ടായി. അതൊരു രോഗമല്ല, അതൊരു ബന്ധനമാണെന്ന് മനസ്സിലാക്കുവാൻ ഒരു ജ്ഞാനം ആ മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യൻ പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഉറക്കെ നിലവിളിച്ചു, കർത്താവേ എൻ്റെ മകനെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു മടിയും കൂടാതെ, ഒരു ലജ്ജയും കൂടാതെ അവൻ യേശുവിനോട് യാചിച്ചതുകൊണ്ട് കർത്താവ് അവൻ്റെ മകനെ സൗഖ്യമാക്കുവാനും ഇടയായി തീർന്നെന്ന് നാം കാണുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഫ്രോഡ് അറ്റംപ്റ്റ്, നമ്മുടെ ബാങ്കിലുള്ള പൈസ അടിച്ചു മാറ്റാനുള്ള പലതരത്തിലുള്ള ഫ്രോഡ് അറ്റംപ്റ്റൊക്കെ നടക്കുന്നുണ്ട്, ഒത്തിരി നടക്കുന്നുണ്ട്. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ ഒരു തിരുമേനിയുടെ 13 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ബാങ്ക്, അദ്ദേഹത്തിൻ്റെ പേരിൽ പേഴ്സണലായിട്ടുണ്ടായിരുന്ന 13 ലക്ഷം രൂപ. എന്തിനാണ് അദ്ദേഹത്തിനൊക്കെ പൈസ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് അക്കൗണ്ട് സൂക്ഷിച്ചേക്കുന്നതെന്ന് അറിയില്ല. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ അത് ഫ്രോഡായിട്ട് കള്ളന്മാർ അടിച്ചു മാറ്റുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന് മാത്രമല്ല പലർക്കും അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബാങ്കുകളുടെ യൂണിയന് നമുക്കായിട്ട് ഒരു നമ്പർ തന്നിട്ടുണ്ട്. 1930 എന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട്. നമ്മുടെ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ അരമണിക്കൂറിനകത്ത് നമ്മൾ 1930 വിളിച്ച് നമ്മൾ ഈ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ, അതായത് എല്ലാ ബാങ്കുകളുടെയും ഒരു യൂണിയനാണ്, നമ്മൾ അങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്ന് അത് ട്രാൻസ്ഫർ ആയില്ലെങ്കിൽ അത് തടയാനൊക്കും. നമ്മുടെ ബാങ്കിൽ നിന്ന് അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്ക് മുഖാന്തരമായിരിക്കുമല്ലോ അത് മാറിയെടുക്കുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് അത് മാറാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് തടയുവാൻ കഴിയും. ഇല്ലെങ്കിൽ സൈബർ സെല്ലിൽ വിളിച്ച് പറയേണ്ടതായിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ ഈ തരത്തിലുള്ള ഒരു അറ്റാക്ക്, പിശാചിൻ്റെ ഒരു അറ്റാക്ക് വരുമ്പോൾ നാം പെട്ടെന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഈ മനുഷ്യന് യേശുവിൻ്റെ അടുക്കിലേക്ക് പെട്ടെന്ന് പോയത് കൊണ്ട് ഹല്ലേലൂയ ആ മനുഷ്യന് തൻ്റെ മകനെ നേടുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. 39 വാക്യം, ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവേ നിലവിളിക്കുന്നു, അത് അവനെ നുരപ്പിച്ച് പിടിപ്പിക്കുന്നു, പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. ഹല്ലേലൂയ. സാത്താൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. സാത്താന് ഒരു മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ വല്ലാതെ ഉപദ്രവിക്കുന്നു. അവൻ നിലവിളിക്കുന്നു. ഹല്ലേലൂയ. അവനെ ഉപദ്രവിക്കുന്നത് കൊണ്ട് അവൻ നിലവിളിക്കുന്നു, വേദനപ്പെട്ട് നിലവിളിക്കുന്നു. അവനെ നുരപ്പിക്കുന്നു, അവൻ്റെ കഴുത്തിനെല്ലാം ഞെരുക്കി അവനെ നുരപ്പിച്ച് അവനെ പീഡിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവനെ മുറിവേൽപ്പിക്കുന്നു. അവനെ ഒടുവിൽ അവനെ ശക്തിയായി തള്ളിയിടുന്നു. ഹല്ലേലൂയ. ഇതാണ് ഒരു പിശാച്, അവൻ്റെ ആ പ്രവൃത്തി, പിശാചിൻ്റെ പ്രവൃത്തി. അവനിൽ നിന്ന് ഒരു നന്മയും ആർക്കും പ്രതീക്ഷിക്കേണ്ടതില്ല. ഹല്ലേലൂയ. ഒരു മനസാക്ഷിയുമില്ലാതെ അവൻ ദുഷ്ടനായ പിശാചാണ്, നമ്മുടെ ദൈവത്തിൻ്റെ ശത്രുവാണ്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവരൊക്കെയും പിശാച് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവൻ പിടിച്ചാൽ അവൻ ഏത് മനുഷ്യനിൽ പ്രവേശിച്ചു ആ മനുഷ്യനെ അവൻ്റെ ആത്മാവും അവൻ്റെ ശരീരവും അവൻ്റെ ഹല്ലേലൂയ അവൻ്റെ എമോഷൻസും എല്ലാം ഈ പിശാച് കൺട്രോൾ ചെയ്യും. ഹല്ലേലൂയ. അവനെ കൊണ്ട് അവനറിയാതെ പലതും ഈ പിശാച് ചെയ്യിപ്പിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അപ്രകാരം പിശാച് ബാധിച്ച ഒരു മകനായിരുന്നു ഈ മനുഷ്യൻ്റേത്. ഹല്ലേലൂയ. എന്നാൽ ആ മനുഷ്യൻ തക്ക സമയത്ത് യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് ഹല്ലേലൂയ യേശു അവനെ ശാസിച്ച് പുറത്താക്കുകയും ആ മകനെ വിടുവിക്കുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. ചില ഭൂതങ്ങൾ കയറിയാൽ പെട്ടെന്ന് പോയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ബസ് വിട്ടുപോയാലും ഓടി അതിൻ്റെ പുറകിലത്തെ കോണിയിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നത് കാണാം. എന്ന രീതിയിലാണ് പിശാച്. ചില പാസ്റ്റർമാർ, ശുശ്രൂഷകന്മാർ ചില ഭൂതങ്ങളെ വിടുവിച്ച് കളഞ്ഞാലും ഹല്ലേലൂയ
പെട്ടെന്ന് തന്നെ അതേ മനുഷ്യനിൽ തന്നെ ഇവൻ കയറുന്നതായിട്ട് കാണാം. ഹാലേലുയ. ഒന്നാമത് പിശാച് ഒരു ലജ്ജയില്ലാത്ത ഒരാത്മാവാണല്ലോ പിശാച് എന്ന് പറയുന്നത്. ഹാലേലുയ. അപ്പോൾ ഈ പിശാച് ചില ഭൂതങ്ങൾ വിട്ടുപോകാതെ പറ്റിപ്പിടിച്ച് തൂങ്ങിപ്പിടിച്ച് ഇരിക്കുന്നതായി കാണാം. ഹാലേലുയ. അവൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുവാൻ ഒരു ശരീരം അവന് കിട്ടിയേ തീരൂ. ഹാലേലുയ. അതുകൊണ്ട് പിശാച് ഹാലേലുയ പാപികളായി തീർന്നിരിക്കുന്ന മനുഷ്യരുടെ മേലൊക്കെയും പിശാച് കയറുവാൻ ഇടയായിത്തീരും. അവനിങ്ങനെ ഊടാടി നടക്കുക. ആരുടെ മേലാണ്, ആരിലേക്കാണ് കയറേണ്ടത് എന്ന് കരുതി അവനിങ്ങനെ ഊടാടി നടക്കും. ഹാലേലുയ. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ കയറിയാൽ ആ മനുഷ്യനെ വല്ലാതെ ഉപദ്രവിക്കും. നാം കണ്ടിട്ടുണ്ട് നാട്ടിലൊക്കെയും. ഹാലേലുയ. കഞ്ചാവ് വലിച്ച് ഹാലേലുയ ലഹരി പിടിച്ച് ഒക്കെയും അവൻ്റെ ബോധമെല്ലാം നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ കൊല്ലുകയും സ്വന്തം മാതാവിനെ പോലും കൊല്ലുകയും പിതാവിനെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കേസുകൾ നാം ഈ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുക. ഹാലേലുയ. എന്താണ് വാസ്തവത്തിൽ അവരല്ല ചെയ്യുന്നത്, അവർക്കതറിയില്ല. ഹാലേലുയ. അവനിൽ കടന്ന് വ്യാപരിച്ചിരിക്കുന്ന ആ പൈശാച ശക്തി അത്തരത്തിലുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണത് ചെയ്യുന്നത്. ഹാലേലുയ. ഇനി അതിൻ്റെ 40 41 വാക്യങ്ങൾ. അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരുടെ അപേക്ഷിച്ചു. ഈ പിതാവ് പറയുകയാണ് യേശുവിനോട്. എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങളെ സഹിക്കും. നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഹാലേലുയ. കർത്താവിയുടെ അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എന്ന് അവിടെ നിന്ന് എല്ലാവരെയും ശാസിക്കുകയും ചെയ്ത്, ശിഷ്യന്മാരെ മാത്രമല്ല ഈ മകനെ കൊണ്ടുവന്ന ഈ പിതാവ് ഉൾപ്പെടെ സകലരെയും കർത്താവ് ശാസിക്കുകയാണ്. അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ. മത്തായിയുടെ സുവിശേഷം 17:21 പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറുവാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. ഹാലേലുയ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ, ശിഷ്യന്മാരെ നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ്റെ ആ വേദനയെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ മകനിലുണ്ടായിരുന്ന ബോധത്തെ മാറ്റിക്കളയുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു എന്ന് കർത്താവരെ ശാസിക്കുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹാലേലുയ വേണ്ടത് കർത്താവിനോടുള്ള വിശ്വാസമാണ്. ഹാലേലുയ. ഹാലേലുയ. ചില തടസ്സങ്ങൾ മാറുവാൻ, ഇതുപോലെ ചിലത് വിട്ടുമാറുവാൻ വളരെ ഡീപ്പായിട്ടുള്ള പ്രാർത്ഥന ആവശ്യമാണ്. ഹാലേലുയ. അതുതന്നെയല്ല, ഉപവാസം, ഫാസ്റ്റിംഗ് ആവശ്യമാണ്. ഹാലേലുയ. ചിലത് പോകണമെങ്കിൽ നാം അവരുമായി പിശാചുമായി യുദ്ധം ചെയ്യേണ്ടതായി വരും. ഹാലേലുയ. ഒരു ചെറിയ കള നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ കാണാറുണ്ട്, ചെറിയ കളകൾ. ഈ ചെറിയ കളകളൊക്കെ നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് പറിച്ചു കളയുവാൻ പറ്റും. ഹാലേലുയ. എന്നാൽ ഇത് മരമായി മാറിയാൽ അത് പറിച്ചു കളയണമെങ്കിൽ ചില ടൂൾസുകളൊക്കെ ആവശ്യമാണ്. ഹാലേലുയ. ചിലപ്പോൾ നമ്മളെ കൊണ്ട് തന്നെ പറ്റിയെന്ന് വരികയില്ല, മറ്റു ചിലരുടെ സഹായത്തോടു കൂടി മാത്രമേ ഇത് പറിച്ചു കളയുവാൻ കഴിയുള്ളൂ. അപ്രകാരം ഇത് മരമായി മാറാതെ ഈ പൈശാചി ശക്തികൾ ഒരുവൻ്റെ മേൽ കയറിയെന്ന് അറിഞ്ഞാൽ അതിനെ പിന്നെ വളർത്തിക്കൊണ്ട് പോകാതെ നാം അവനെ ദൈവത്തോടുള്ള വിശ്വാസത്താൽ അതിനെ ശാസിച്ച് പുറത്താക്കുന്നവരായി തീരണം. ഹാലേലുയ. ഇല്ലെങ്കിൽ അപ്രകാരം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ചില ദേവദാസന്മാരുടെ അടുക്കൽ ദൈവത്തിൻ്റെ ആലയത്തിൽ നാം കൊണ്ടുവരുന്നവരായി തീരണം. ഹാലേലുയ. ഇവിടെ ഈ മനുഷ്യന് ഹാലേലുയ തൻ്റെ മകന് വേണ്ടി ഒരുപക്ഷെ ആ മനുഷ്യൻ തലേനാൾ വന്നതായിരിക്കാം. ഹാലേലുയ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മറ്റ് ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവർ പറഞ്ഞു, കർത്താവ് മലയിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു വരുമ്പോൾ ഹാലേലുയ ഇത് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരുമെന്ന് ശിഷ്യന്മാർ പറഞ്ഞതുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ ഈ മകനെയും കൊണ്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഹാലേലുയ. കർത്താവ് പ്രാർത്ഥിച്ച് നമ്മൾ ഇപ്രകാരം ഒരു പ്രവൃത്തിക്ക് പോകുന്നതിന് മുമ്പ് ഹാലേലുയ മലയിൽ പോയി കർത്താവ് പ്രാർത്ഥിച്ച് കർത്താവ് രൂപാന്തരം പ്രാപിച്ചു. തൻ്റെ പിതാവായ ദൈവമായി നേരിട്ട് കാണുവാനും ഇടയായി തീർന്നു. അപ്രകാരം കർത്താവ് ശക്തി പ്രാപിച്ച് തിരികെ വന്നപ്പോൾ ഹാലേലുയ കർത്താവിന് ആ പിശാചിനെ മാറ്റുവാനുള്ള ശക്തി ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ. അപ്രകാരം നാം ഇപ്രകാരം ഒരു പ്രവൃത്തിക്ക് പോകുമ്പോൾ, ഈ പിശാചിനെ ശാസിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് അനേകം നിമിഷങ്ങൾ, മണിക്കൂറുകൾ നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചതിന് ശേഷം വേണം ഹാലേലുയ നാം ഹാലേലുയ പ്രകാരം പൈശാചി ശക്തികളെ ശാസിക്കാൻ പുറപ്പെടേണ്ടത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഹാലേലുയ. നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ 42 വാക്യം, അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു. ഹാലേലുയ. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ. യേശു ശാസിച്ചപ്പോൾ ഹാലേലുയ
ആ പിശാച്, ആ ഭൂതം വിട്ടുപോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ഭൂതങ്ങൾ, ഹല്ലേലൂയ, ഇത് എല്ലാ രോഗങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഭൂതങ്ങൾ കയറിയത് കൊണ്ടാകണമെന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ ഭൂതം ബാധിച്ച ചിലരാണെങ്കിൽ അവരുടെ ചില പ്രവൃത്തികൾ നമുക്ക് കാണുമ്പോൾ അറിയാം. അതായത് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും അവർക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഈ ബാലന് ഉണ്ടായിരിക്കുന്ന ആ സ്വഭാവം നോക്കിക്കേ. അവൻ പെട്ടെന്ന് പൊടുന്നനവെ നിലവിളിക്കുന്നു. ഹല്ലേലൂയ. അൺകൺട്രോളബിൾ ആയിട്ടുള്ള അവൻ്റെ വേദന കൊണ്ട് പിശാച് അവനെ പിടിച്ചപ്പോൾ അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു. ഹല്ലേലൂയ. അൺകൺട്രോളബിൾ ആയിട്ടുള്ള പെരുമാറ്റം അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഈ ഭൂതം ബാധിച്ചവനിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അവൻ തന്നെത്താൻ നശിപ്പിക്കുന്ന ഒരു പ്രവണത, അവൻ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൻ തന്നെത്താൻ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം അവൻ്റെ ശരീരത്തിൽ മുറിവുകളൊക്കെ ഏൽപ്പിച്ച് അവൻ തന്നെ ചെയ്യുന്ന. ഹല്ലേലൂയ. അപ്പോൾ പെട്ടെന്ന് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സ്വഭാവവും, ഹല്ലേലൂയ, അവനെ തന്നെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവവും അവനെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിനെയും കൊണ്ട് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇതിനെയും കൊണ്ട് നേരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുചെല്ലണം. അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള ഒരു ദുരാത്മാവിനെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ പലരും, ഹല്ലേലൂയ, ചിലർ മന്ത്രവാദികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്ന് വരാം. ചിലർ മരുന്നുകൾക്കൊക്കെ ആയിട്ട് കൊണ്ടുപോയി എന്ന് വരാം. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. ആ പ്രശ്നങ്ങളുള്ള വ്യക്തി അത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് അവനിൽ ഉള്ളത്. അവൻ പെട്ടെന്ന് അവനെ തന്നെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് അവനിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്ന, ഹല്ലേലൂയ, അനേക മയക്കുമരുന്നിലും മറ്റും അടിമപ്പെട്ടിരിക്കുന്ന, ഹല്ലേലൂയ, ചിലരിൽ നാം കാണുന്നത് ഇത്തരത്തിലുള്ളൊരു സ്വഭാവം, ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ളൊരു സ്വഭാവമാണ് അവരിൽ കാണുന്നത്. ഹല്ലേലൂയ. പെട്ടെന്ന് അവരെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സ്വഭാവമാണ് അവരിൽ കാണുന്നത്. അതിൻ്റെ അർത്ഥം അവരിൽ ഒരു ഭൂതം അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഭൂതത്തെ ശാസിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഭൂതങ്ങളെ ഇറക്കാം എന്ന് പറയുന്ന ചില ഗ്രൂപ്പുകളൊക്കെ നാട്ടിലുണ്ട്. ഹല്ലേലൂയ. അവർ ആണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന രോഗിയെ അവർ വടിവെച്ച് അടിക്കുവാനും ഷൗട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങും. അല്ലെങ്കിൽ മന്ത്രവാദമൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 4:12 പറഞ്ഞതുപോലെ മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ. ഹല്ലേലൂയ. ഇപ്രകാരമുള്ള ഒരു വ്യക്തിയും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ, ഇങ്ങനെയുള്ള വ്യക്തികൾ അവരെ കൊണ്ടുവരുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. യേശു നമുക്ക് തന്നെ അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 16:17 അതല്ലേ പറയുന്നത്? ഹല്ലേലൂയ. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. ഹല്ലേലൂയ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. എൻ്റെ നാമത്തിൽ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. ഹല്ലേലൂയ. പക്ഷേ ഇത് സാധാരണ ഒരുവനെ കൊണ്ട് കഴിയില്ല. പിന്നെ എങ്ങനെയാണ് കഴിയുന്നത്? യേശുവിലുള്ള അമിതമായ വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള ആ സ്നേഹവും അവനോടുള്ള വിശ്വാസവും, ഹല്ലേലൂയ, അതുപോലെ വളരെ ക്ലീൻ സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു ലൈഫുമുള്ളവനായിരിക്കണം. നല്ല ആത്മാവിൽ ജീവിക്കുന്ന ഒരുവനായിരിക്കണം. കൂടാതെ, ഹല്ലേലൂയ, അവൻ, ഹല്ലേലൂയ, തന്നെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്ത ഒരുവനായിരിക്കണം. ഹല്ലേലൂയ. ഒന്ന്, അവൻ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൽ നല്ല വിശ്വാസമുള്ളവനായിരിക്കണം. 2, അവൻ തന്നെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്തവനായിരിക്കണം. അവൻ നല്ല ആത്മാവിൽ നടക്കുന്ന ഒരുവനായിരിക്കണം. അങ്ങനെയുള്ള ഒരുവന്, ഹല്ലേലൂയ, മർക്കോസിൻ്റെ സുവിശേഷം 16:17 പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള വ്യക്തികൾക്കത് വളരെ ഈസി ആയിട്ട് ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിനുള്ള വിശ്വാസവും നല്ല നടപ്പും, ഹല്ലേലൂയ, അതുപോലെ ദൈവത്തിൽ സബ്മിറ്റ് ചെയ്ത ഒരു ജീവിതവുമാണ് എങ്കിൽ, ഹല്ലേലൂയ, അവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാൻ വളരെ എളുപ്പം കഴിയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. യാക്കോബിൻ്റെ പുസ്തകം 4:7 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിന് പിശാചിനെ എതിർത്ത് നിൽപ്പേൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് കീഴടങ്ങുവിന് പിശാചിനോട് എതിർത്ത് നിൽപ്പേൻ, എന്നാൽ, ഹല്ലേലൂയ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഒരു ബാലനെ, ഒരു പിതാവിൻ്റെ വേദനയെ മനസ്സിലാക്കിയ
ആ ബാലനെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നത് പോലെ ഹാലേലുയ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഹാലേലുയ അത് പിശാചിൻ്റെ ബാധയാകണമെന്നില്ല. വേറെ ഏതെങ്കിലും രോഗത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും നമ്മുടെ വേദനയെ കാണുന്ന കർത്താവ് ഹാലേലുയ അവൻ നമ്മളെ സൗഖ്യമാക്കുന്നവനാണ്. നമ്മുടെ കൂട്ടായ്മയിലൊക്കെ നമ്മുടെ കർത്താവുണ്ട് ഹാലേലുയ. ആ കർത്താവിനെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അവനെ കീഴടങ്ങി നമുക്ക് ജീവിക്കാം. അവൻ നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. വചനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമീൻ. കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.